നമ്മുടെ ലൈഫിൽ ഒരു ദിവസം കൂടിയില്ല ലൈക്ക് അച്ഛനെ ഓർക്കാത്തത്. മിണ്ടാത്തവരൊന്നും അല്ല. ആൾക്കാരെല്ലാം എന്നെ കണ്ടാൽ വീട്ടിലൊന്നും കഴിക്കാനില്ലേ കുട്ടി, അങ്ങനെയായിരുന്നു ചോദിക്കണ്ടായിരുന്നത്. ഇറ്റ്സ് റിയലി നൈസ്. അച്ഛൻ മുമ്പേ ഓഫീസിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറേ സാധനങ്ങൾ കൊണ്ടുവരും. ഇപ്പം അതുകൊണ്ട് തൽക്കാലം വ്ളോഗിന് വേണ്ടി അങ്ങനത്തെ ഒരു കോപ്രായങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് നീ ഇത്രയും മെലിഞ്ഞേന്ന്. അത്രയുള്ളൂ. ഞാൻ എന്താ പറയാ, ഒന്നുമില്ല, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. ഐ തിങ്ക് എൻ്റെ അച്ഛൻ നല്ല മിസ് ഓൾ ദാറ്റ് ആക്ച്വലി. സോ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗ് എടുത്താലോ എന്ന് വിചാരിച്ചു. സോ എൻ്റെ മൈക്ക് ഇട്ടിട്ടില്ല അല്ലേ. ഓ മൈ ഗോഡ്. ഇതിൽ തിങ്കസ് ഇതിൽ വ്ളോഗെല്ലാം കേക്ക് കിട്ടോ, പക്ഷെ എനിക്കറിയില്ല എത്രമാത്രം കേൾക്കും, ബിക്കോസ് ഞാൻ അത്രയും ഉറക്കമുണ്ടെന്ന് വരും തോന്നുന്നു. എന്തായാലും ഒരു ഈവനിങ് വ്ളോഗ് ആയാലോ. ലെറ്റ്സ് ഗോ. അമ്മ വിളക്കെല്ലാം കൊളുത്തി ഇങ്ങനെ ഈവനിങ് ഒരു സമയം, ഇപ്പോൾ ഒരു ഐ തിങ്ക് ഇപ്പോൾ ഒരു എത്ര മണിയായി അമ്മ? ഐ തിങ്ക് ഇപ്പോൾ ഒരു 7 മണിയായി, 7 മണി ആവാറായി. ഒരു 7 മണി ആവാറായപ്പോൾ നമ്മൾ പോയിട്ട് ഷോപ്പിംഗ് പോവാണ്. ഷോപ്പിംഗ് എന്ന് വിചാരിച്ച് പച്ചക്കറി വാങ്ങാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് ബാംഗ്ലൂരിൽ. സോ അതുകൊണ്ട് ഓ ഗോഡ് ഇറ്റ്സ് ബെറ്റർ ഐ സ്റ്റെപ്പ് ഔട്ട് നൗ. എന്ന് വെച്ചാൽ ഇന്ന് മഴ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ മേ ബി അതർ സൈഡ് ഓഫ് ബാംഗ്ലൂർ ഇന്ന് മഴയായിരിക്കും. നമ്മൾ ഈ സൈഡ് ഓഫ് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇവിടെ അത്ര മഴ ഇല്ല, യുനോ. എന്തായാലും നമ്മൾ പോയിട്ട് എന്തായാലും നമ്മളിവിടെ പോയിട്ട് പച്ചക്കറി വാങ്ങിയിട്ട് വരാവേ. ശരി എന്നാ. എന്തായാലും പച്ചക്കറി വാങ്ങണമെന്നെല്ലാം കാണിക്കണോ? ചുമ്മാ ഒരു ഇത് കാണിക്കാം ഞാൻ. ലൈക്ക് നോക്കണം. അയ്യോ ഇന്ന് അമ്മ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് എന്താ ഈവനിങ് എന്താ ഇന്നത്തെ ഡിന്നർ? നീല പറഞ്ഞ ഇഡ്ഡലി ഉണ്ട്, അത് വേണ്ട, മാഗി വേണം. സോ മാഗി. ഓ യാ, നിങ്ങൾക്കറിയോ ഇന്നൊരു കാര്യം, എൻ്റെ അമ്മ നല്ല മാഗി ചെയ്യും. അങ്ങനെ വെച്ചാൽ മാഗി ഉണ്ടാക്കും, നല്ലതായിട്ട് ഉണ്ടാക്കും. നമ്മൾ സ്കൂൾ ടൈം തൊട്ട് ഐ തിങ്ക് ഈ മാഗി കുറച്ച് ഫേമസ് ആണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലി എല്ലാവർക്കും ഈ മാഗി ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി അത്രേ ഞാൻ ഉദ്ദേശിച്ചത്. വെജിറ്റബിൾ കഴിക്കാത്ത നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വയം ഉണ്ടാക്കിയൊരു റെസിപ്പി. എക്സാക്ട്ലി. സോ അതുകൊണ്ട് അതാണ്, അത്രയേ ഉള്ളൂ. എന്താണ്? സോ അങ്ങനെ നമ്മൾ സ്കൂൾ സമയത്തൊന്നും അത്ര വെജിറ്റബിൾസ് കഴിക്കില്ലായിരുന്നു. സോ അതുകൊണ്ട് അമ്മ മാഗി ത്രൂ എങ്കിലും ഞാൻ വെജിറ്റബിൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ബിക്കോസ് അന്നെല്ലാം ഞാൻ ഭയങ്കര മെലിഞ്ഞു ഉണങ്ങി, ഇങ്ങനെ ആൾക്കാരെല്ലാം എന്നെ കണ്ടാൽ വീട്ടിലൊന്നും കഴിക്കാനില്ലേ കുട്ടി, അങ്ങനെയായിരുന്നു ചോദിക്കണ്ടായിരുന്നത്. ബിക്കോസ് ഞാൻ കഴിക്കുമായിരുന്നു, ഞാൻ എപ്പോഴും കഴിക്കും, ഇപ്പോഴും നന്നായിട്ട് കഴിക്കും. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ ഐ തിങ്ക് ഒരു പോസ്റ്റ് കോവിഡ് ഞാൻ കുറച്ച് തടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ തടി താനെ പോയി. ഇങ്ങനെ ടെൻഷനെല്ലാം അടിച്ച് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എല്ലാം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടെൻഷൻ അങ്ങനെ ഞാൻ മെലിഞ്ഞ് പോയതാണ്. ഇപ്പം ഞാൻ മെലിഞ്ഞ്. സോ അന്ന് ഞാൻ ഇച്ചിരി അങ്ങനെ വെച്ചാൽ അങ്ങനെ തടിയില്ലായിരുന്നു, ഇച്ചിരി. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് നീ ഇത്രയും മെലിഞ്ഞേന്ന്. അത്രയുള്ളൂ. ഞാൻ എന്താ പറയുക, ഒന്നുമില്ല, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, യുനോ. എന്ന് വെച്ചാൽ ടെൻഷൻ കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടെൻഷൻ എന്ന് വെച്ചാൽ ഞാനെല്ലാം അടിച്ച ഒരു ടെൻഷനെ ദൈവത്തിന് മാത്രമേ അത് അറിയത്തുള്ളൂ. ഐ മീൻ യാ. ഓ കൈ കടയുന്നു. ഓക്കെ എന്നാൽ നമ്മളെന്നാൽ പച്ചക്കറി വാങ്ങാൻ പോയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കും. ശരി എന്നാ. യെസ്. സോ അങ്ങനെയാണ് നമ്മൾ മാഗി കഴിക്കാൻ തുടങ്ങിയത്, ഈ വെജിറ്റബിൾ ഇട്ടത്. ബിക്കോസ് ഞാൻ നല്ല ഭയങ്കര മാഗി ഇഷ്ടമാണ്. യെസ്, മാഗി കഴിക്കുന്നത് നല്ലതല്ല കേട്ടോ, മൈദ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഗുഡ്. പക്ഷേ ദർ ഈസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാഗീസ് ഇൻ മാർക്കറ്റ് നൗ. എന്ന് വെച്ചാൽ മാഗിൻ്റെ പോലെ നൂഡിൽസ്. പക്ഷേ അങ്ങനെയെല്ലാം തന്നെ. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഇന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കും. എങ്ങനെയെങ്കിലും പച്ചക്കറി എൻ്റെ വയറ്റിൽ കയറാൻ വേണ്ടിയിട്ട് അമ്മ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് വെജിറ്റബിൾ മാഗി റെസിപ്പി. അന്ന് അമ്മ വെജിറ്റബിൾ ഇട്ട് അങ്ങനെ സ്വയം പഠിച്ചതാണ്. പക്ഷേ ഐ ലവ് ഇറ്റ് സോ മച്ച്. ഈവൻ മൈ സിസ്റ്റർ ലവ്സ് ഇറ്റ് സോ മച്ച്. ഇപ്പം അല്ല, അമ്മ അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ എന്തെങ്കിലും ഇടും. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇൻസ്റ്റയിൽ
ഒരു റെസിപ്പി ഞാൻ ഈ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് അത് സ്പൈസി ഗാർലിക് മാഗി ആയിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു, അറിയോ, കഴിക്കണം കേട്ടോ നിങ്ങൾ. ആ റെസിപ്പി എൻ്റെ ഷോർട്സിൽ കണ്ടാൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. പക്ഷേ എന്നാ രസമായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി പാവള് കഴിച്ചില്ല, അന്ന് ചുമ്മാ ട്രയൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണേ. പക്ഷെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു സത്യമായിട്ടും. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഓക്കെ. പക്ഷെ നമ്മൾ അത്ര മാഗി കഴിക്കാതിരിക്കുന്ന നല്ലത്. എപ്പോഴെങ്കിലും ഒരു മാസത്തിലൊരിക്കലും 2 മാസത്തിലൊരിക്കലും മാഗി കഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളും അങ്ങനെയെല്ലാം തന്നെ കഴിക്കുക, നമ്മൾ എപ്പോഴൊന്നും മാഗി കഴിക്കില്ല. സോ ഞാനും അമ്മയും വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ട് നോക്കാം. ശരിയാണ്. ചായയും പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് ഇങ്ങനെ അമ്മ ചെയ്യുന്ന ഒരു സാധനം കഴിക്കും. നമ്മളിപ്പോൾ വാങ്ങിയില്ലേ, അതെല്ലാം അമ്മ എന്ത് ചെയ്യും, അതെല്ലാം അമ്മ ഇങ്ങനെ കഴുകിയിട്ട് മഞ്ഞളിലിട്ട് വെക്കും അല്ലേ അമ്മ? എവിടെ? യെസ്, മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കും അല്ലേ? ജോലിയെല്ലാം കഴിഞ്ഞ് വന്നു. ഹൗ വാസ് യുവർ ഡേ വർഷ? വാസ് ഇറ്റ് ഗുഡ്? Yeah, it was good. Was it good വർഷ? ഓക്കെ. സോ അവൾക്ക് ജോലി കഴിഞ്ഞ് വന്നുകൊണ്ട് ഭയങ്കര ക്ഷീണാണെന്ന് അല്ലേ? അതല്ലേടി നീ പറഞ്ഞേ? അതുകൊണ്ടാണ് മിണ്ടാത്ത, വേറൊന്നും അല്ല. അതെല്ലാവർക്കും അറിയില്ലേ വർഷം. ഔട്ട്ഫിറ്റ് ഇതാണ്, ഭയങ്കര സ്റ്റൈലായിട്ടാണ് ഓഫീസിലെല്ലാം പോവുക. ആരൊക്കെ എന്നാ നീ അതെല്ലാം പഠിച്ചത്? എടി സത്യം പറയടി. പിന്നെ ഐ എം ടേക്കിംഗ് എ ഇന്റർവ്യൂ നൗ. ടെൽ മീ. അവൾക്ക് ക്ഷീണമായി വന്ന് ഇപ്പം എല്ലാവരും വിചാരിക്കും എന്തിനാടി വെറുതെ അവളുടെ തല തിന്നതെന്ന്. അങ്ങനെയൊന്നുമില്ല. അവൾക്ക് വ്ളോഗിലെല്ലാം വന്ന് എന്തെങ്കിലും മിണ്ടണം. എന്താണ് എനിക്ക് മിണ്ടാനുള്ളത് വ്ളോഗിൽ? ഒന്നുമില്ല. എന്തെങ്കിലും മിണ്ടറി, എന്തെങ്കിലും പറ. ഹായ് എല്ലാവർക്കും സുഖമല്ലേ ചോദിക്ക്, എന്തെങ്കിലും പറ വ്ളോഗിൽ. കമോൺ, ടെൽ സംതിങ്. നേരിട്ട് മിണ്ടാനാ. അപ്പൊ എല്ലാരും ഞാൻ നേരിട്ട് വിളിക്കാം. ഫുൾ ഔട്ട്ഫിറ്റ് ചെക്ക് ആണെങ്കിൽ ബാക്കി പോ. നോ, ഐ കാൺ സീ. ഓക്കെ വെയിറ്റ്. സോ അവർ ഔട്ട്ഫിറ്റ് ഇസ് ലൈക്ക് ഒരു വർഷം അവളുടെ ഔട്ട്ഫിറ്റ് ചെക്ക് ഞാൻ ഇങ്ങനെ ചെയ്യും. വൈ? ബിക്കോസ് സോ അതെല്ലാം അവളുടെ ഔട്ട്ഫിറ്റ് കണക്ക്. വീട്ടിലത്തെ എല്ലാം ലൈറ്റും ഞാൻ ഓൺ ചെയ്യേണ്ടി വരും ഒരു വ്ളോഗ് എടുക്കാൻ. അത്ര ഇരുട്ടാണ് ഈ വീട്. അത്ര ഇരുട്ടൊന്നല്ല, ബട്ട് ഐ ഫീൽ വിയേർഡ്. എനിക്ക് ലൈറ്റിംഗ് എല്ലാം നന്നായിട്ടുണ്ടാവണം വ്ളോഗിൽ. മറ്റേ ലൈറ്റ് വാങ്ങേണ്ടി വരും ഞാൻ ഈ സ്ഥിതിക്ക്. ഞാൻ ഇടൂടി. അവളുടെ വൺ ഡേ ഐ എം ഗോണ ഡു എ സ്കിൻ കെയർ വ്ളോഗ്. എന്നായിരിക്കും അത് ചെയ്യുക? ബിക്കോസ് ഞാനില്ലേ ഈ സ്കിൻ കെയർ വ്ളോഗ് ചെയ്യാത്തത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് എൻ്റെ സ്കിൻ കെയർ മാറി. ഇറ്റ് ഇസ് ഒരു ഒക്ടോബർ സമയത്ത് ബാംഗ്ലൂരിൽ ഒന്നൊന്നര ഇതായിരുന്നു. ഓക്കെ, ഒന്നൊന്നര എന്തായിരുന്നു, തണുപ്പായിരുന്നു. സോ ഭയങ്കര കോൾഡായിരുന്നു. എൻ്റെ സ്കിൻ ഫുൾ മാറി. അങ്ങനെ വെച്ചാൽ എൻ്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആയിപ്പോയി. സോ ഫ്രം ദെൻ ഞാൻ എന്ത് ചെയ്തു, ഐ തിങ്ക് ഐ ചേഞ്ച്ഡ് മൈ സ്കിൻ കെയർ. ദ ഹോൾ തിങ് ചേഞ്ച്ഡ്. എനിക്കിപ്പോൾ എല്ലാം ഈ 2 പിമ്പിൾ വന്നത് ഇസ് ബിക്കോസ് എൻ്റെ സ്ലീപ്പ് ഒന്ന് മെസ്സപ്പ് ആയിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്യണം. വേറെ ആരായിരിക്കും ഭയങ്കര ബാഡ് സ്നീസ് ചെയ്യുക? ഐ തിങ്ക് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ നല്ല മിസ് ഓൾ ദാറ്റ് ആക്ച്വലി. അച്ഛൻ ഭയങ്കര, അച്ഛൻ ചിരിക്കണം. അന്നെല്ലാം ഞാൻ വ്ളോഗ് ചെയ്തെങ്കിൽ ഇന്ന് എനിക്ക് എത്ര മെമ്മറി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഐ എം ഹാപ്പി. ഈ വ്ളോഗേഴ്സ് എല്ലാം ചില കാര്യങ്ങൾ വ്ളോഗേഴ്സ് അല്ലെങ്കിലും ഐ തിങ്ക് യു ഷുഡ് ക്യാപ്ചർ സർട്ടൻ മൊമെൻറ്റ്സ് ഇൻ യുവർ ലൈഫ്. ബിക്കോസ് സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു മെമ്മറി ആയിട്ട് അതെല്ലാം ഉള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, എനിക്ക് അത്രയും ഞാൻ അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ അച്ഛന് ഭയങ്കര ക്യാമറ ഷൈ. ഹി യൂസ് ടു നോട്ട് കം. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഫോട്ടോസ് ഇല്ലാത്തത്. പക്ഷേ ഞാൻ കുഞ്ഞാകുമ്പോൾ എൻ്റെ കയ്യിൽ കുറേ അച്ഛൻ്റെ കൂടെ ഫോട്ടോസ് ഉണ്ട്. വൈ? ബിക്കോസ് അച്ഛൻ അന്ന് ഭയങ്കര ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ആ ക്യാമറ പോയി കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് ഇവള് ജനിച്ച ഒരു സമയത്തായിരുന്നു ആ ക്യാമറ പോയത്. സോ അങ്ങനെ വെച്ചാൽ ജനിച്ച ഒരു കുറച്ച് കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് അവളുടെ ആരോ കേട് വരുത്തിയത് അത്ര. സോ അതുകൊണ്ട് തന്നെ അവള്
ടെൻത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഐ തിങ്ക് അത്രയും ഫോട്ടോസ് ഇല്ല ബേസിക്കലി. എനിക്ക് അച്ഛൻ്റെ കൂടെ ഉള്ള പോലെ അവൾക്ക് അത്രയും ഫോട്ടോസ് ഇല്ല. എനിക്ക് അമ്മയുടെ അടുത്തും അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ ഭയങ്കര ഫോട്ടോസ് എല്ലാം ഉണ്ട്, അവൾക്ക് അത്രയും ഇല്ല. സോ ഷീ ഓൾവേസ് ഫീൽസ് ബാഡ്. എടുക്കത്തതല്ല ക്യാമറ പോയപ്പോൾ. പിന്നെ അങ്ങനെ ക്യാമറ വാങ്ങിയില്ല തോന്നുന്നു, ഉണ്ടെങ്കിൽ ഉണ്ടാവണ്ടേ. സോ എന്തായിരുന്നു ഞാൻ പറയേണ്ടത്? പക്ഷേ ഞാൻ ഇടയ്ക്ക് കുറേ ടോപ്പിക്സ് എടുത്തുകൊണ്ട് വരും. ഇതാണ് കാര്യം. ഓക്കെ, സ്കിൻ കെയർ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് എൻ്റെ സ്കിൻ കെയർ മൊത്തം ഫുൾ മാറി. ബിക്കോസ് എൻ്റെ സ്കിൻ മാറി. എൻ്റെ സ്കിൻ സത്യം പറഞ്ഞാൽ സ്കൂൾ സമയത്തെല്ലാം ഭയങ്കര ഓയിലി സ്കിന്നായിരുന്നു. ബിക്കോസ് ഓഫ് വിച്ച് എനിക്ക് മുഖത്ത് മൊത്തം കുരുവായിരുന്നു, ലൈക്ക് ഫുള്ള് കുരു. കുരു എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അതിൻ്റെ സ്കാർസ് ഉണ്ട് മുഖത്ത്. ബിക്കോസ് ഞാൻ എന്ത് ചെയ്തു വരെ എന്നെ ആൾക്കാർ ഭയങ്കര ഇൻസെക്യൂർ ആക്കുന്നുണ്ടായിരുന്നു അന്നെല്ലാം. എല്ലാവരും ഭയങ്കര കുരു ഈ എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര എന്നെ ഇതാക്കിയിട്ടുണ്ട് ഉള്ളൊരു സമയമായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്കിങ്ങനെ ഈ മറ്റേ കുരു വന്നിങ്ങനെ പസ്സെല്ലാം വരത്തില്ലേ, അങ്ങനെയായിരുന്നു എൻ്റെ മുഖത്ത് മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഭയങ്കര കുരുവായിരുന്നു. അങ്ങനെ വെച്ചാൽ ഫുള്ളല്ല, അന്നല്ല ഈ മലർ പോലെ ഫുൾ അങ്ങനെ കുരുവായിരുന്നു. പക്ഷേ ഇറ്റ് ജസ്റ്റ് എന്താ പറയുക, എനിക്ക് ട്രോമറ്റൈസ് എന്തായാലും ആയിട്ടില്ല. പക്ഷേ സങ്കടമായിട്ടുണ്ട്, ഭയങ്കര സങ്കടം. എന്ന് വെച്ചാൽ ചുമ്മാ അപ്പം എല്ലാം ഭയങ്കര ആൾക്കാർ ഭയങ്കര ഇതാക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി. ഇപ്പോഴാണ് ആൾക്കാർ ഒരു അറപ്പുള്ള രീതിയിലൊന്നും കാണത്തില്ല, ഇതില്ല. സോ ഓക്കെ. സോ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് സ്കൂൾ സമയത്ത് ഭയങ്കര കുരുവായിരുന്നു, ഭയങ്കര കുരു. എനിക്ക് അങ്ങനത്തെ ഫോട്ടോസ് ഉണ്ടോ? കുരു ഉള്ള ഫോട്ടോ ഇല്ല. സോ പക്ഷെ ഞാൻ കാണിക്കായിരുന്നു, അത്രയും കുരുവായിരുന്നു. എനിക്കിപ്പോൾ കുരു വന്നത് ജസ്റ്റ് സ്ലീപ്പ് മെസ്സപ്പ് ആയതുകൊണ്ടാണ്. അതൊന്ന് ഫിക്സ് ചെയ്താൽ ഐ തിങ്ക് ഐ വിൽ ബി ഫൈൻ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സ്കിൻ കെയർ ഇസ് ലൈക്ക് വെരി സ്ട്രോങ്. അങ്ങനെ വെച്ചാൽ മിനിമൽ സ്കിൻ കെയർ ആണ്. ഞാൻ പഠിച്ച് വന്നതാണ്. ഐ യൂസ് ഓൺലി കൊറിയൻ സ്കിൻ കെയർ ബൈ ദ വേ. ഞാൻ വീട്ടിലെങ്ങനെയാണ്, ഞാൻ ഇങ്ങനെല്ലാം തന്നെയാണ് വീട്ടിൽ. ഇറ്റ് ജസ്റ്റ് ദാറ്റ് നമ്മളെങ്ങനെയാണ് വീട്ടിൽ വ്ളോഗിലുള്ള പോലെയല്ലല്ലോ വീട്ടിൽ. അങ്ങനെ വെച്ചാൽ നമ്മൾ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും നമ്മൾ. അവളതല്ല വോട്ട് യു മീൻ. പക്ഷെ ആൾക്കാർ വിചാരിക്കും ഞാൻ വല്ല വില്ലത്തിയാണോ അത്. ഇരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഇരിക്കുക. ഞാൻ ഇത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഡ്രാമ ഇങ്ങോട്ട് ഓൺ ചെയ്തിട്ട് ഞാൻ പിന്നെ സ്വർഗരാജ്യത്തിലാണ്. സോ ഐ ജസ്റ്റ് ഗോ ടു എ ഡിഫറെൻറ്റ് വേൾഡ്. ഇപ്പോഴെല്ലാം ഡ്രാമ കാണുന്നതേ ഞാൻ ഭയങ്കര കുറവായിപ്പോയി. ഐ റിയലി മിസ് വാച്ചിങ് ഡ്രാമാസ് നൗ. സോ യാ. പക്ഷേ ഡു യു മിസ് വാച്ചിങ് ഡ്രാമാസ്? നമ്മൾ ഒരു ടി വി അല്ലേ ഉള്ളൂ. നമ്മൾ ഒരു ടി വിയിൽ എല്ലാവരും ചേർന്ന് കാണും. ബിക്കോസ് എനിക്ക് മൊബൈലിൽ കാണാൻ തീരെ താല്പര്യമില്ല. എന്ത് കാണാൻ വിടില്ല? എന്താ അറിയോ, അവൾ ചിലപ്പോൾ വല്ല ഡ്രാമ കാണുമായിരിക്കും. അവൾ വല്ല ആ ഡ്രാമ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, സോ അവൾ വല്ല ഡ്രാമ കാണുമായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഡ്രാമ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവൾ വരുന്ന മുമ്പ് ആ ഡ്രാമ എല്ലാം തീർത്തിരിക്കും. സോ അവൾക്ക് അത് ഇറിറ്റേറ്റ് ആവും. സോ അതുകൊണ്ട് അവളിപ്പോൾ ഷിൽ മാക്സിമം ട്രൈ നോട്ട് ടു വാച്ച് ദ ഡ്രാമ ഇൻ ഫ്രണ്ട് ഓഫ് മീ. ബിക്കോസ് ചിലപ്പോൾ ഓക്കെ ഇപ്പം ഞാൻ അങ്ങനെയല്ല, മുമ്പ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം എങ്ങാനും ആ ഡ്രാമ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഞാൻ കാണും. എന്നിട്ട് ഞാൻ ടി വിയിൽ കാണും. പിന്നെ ഞാൻ അവൾ അതിലൊരു വഴക്കാവും. ഇവിടെ നീ ആ ഡ്രാമ കാണണ്ടറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയില്ലടി എനിക്കിഷ്ടം, ഞാൻ കാണും. എന്നിട്ട് നമ്മളൊരു ഒന്നൊന്നൊരു വഴക്കായിരിക്കും ഡ്രാമയുടെ പേരിൽ. ഇങ്ങനെയായിരിക്കും നമ്മളെ സെയിം എല്ലാ സിബ്ലിങ്സ് പോലെ. പക്ഷേ ഇവിടെ ഡ്രാമയുടെ ഒരു വഴക്കായിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അവസാനം രണ്ടുപേരും ആ ഡ്രാമ കാണത്തില്ല. പിന്നെ അവൾ ഓഫീസ് പോയ സമയത്ത് എനിക്ക് ഫ്രീ ആകുമ്പോൾ കാണും, ഇല്ലെങ്കിൽ വീക്കെൻഡ് ആവളാണ് നമ്മൾ പെടുക. ബിക്കോസ് 2 പേർക്കും ടി വി വേണം, അതുകൊണ്ട്. പക്ഷെ എനിക്ക് നോക്കാം. എനിവേ കാര്യം എന്തായിരുന്നു, ടോപ്പിക് മാറി, തിരിച്ചു മാറി. ഇതാണ് എൻ്റെ കുഴപ്പം. ഞാൻ ടോപ്പിക് മാറ്റി പിന്നെ കാര്യമേ എടുക്കുന്നില്ല. സ്കിൻ കെയർ വ്ളോഗിൽ ഞാൻ പറയാം കേട്ടോ, സ്കിൻ കെയറിനെ പറ്റി. അതായിരിക്കും ഏറ്റവും നല്ലത്. എന്തിനു പറ്റിയടി? വർഷം ഓഫീസിൽ നിന്നോ കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് വീക്കെൻഡ് അല്ലേ. സോ അവൾ എന്ത് ചെയ്യും, വീക്കെൻഡ് ഇപ്പം നമ്മൾക്ക് അച്ഛനില്ലേ, അച്ഛൻ മുമ്പേ ഓഫീസിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറേ സാധനങ്ങൾ കൊണ്ടുവരും. ഇപ്പം ഞാൻ വർക്ക് ഫ്രം ഓഫീസ് എല്ലാം ആകുമ്പോൾ ചിലപ്പോൾ എല്ലാം പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും. സോ അങ്ങനെ അവൾ ഓഫീസിൽ പോയി തിരിച്ച് വരുമ്പോൾ ഓൺലി സർട്ടൻ ഡേയ്സ് കേട്ടോ, എവറി ഡേ സർട്ടൻ ഡേയ്സ് അവൾ ഇങ്ങനെ വല്ല സ്നാക്സ് കൊണ്ടുവരും. സോ ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് മൈ ഡാഡ്. ബിക്കോസ് അച്ഛൻ ഇങ്ങനെ ഓഫീസിലെല്ലാം പോയി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാതെ ഇരിക്കത്തില്ല, അറിയോ, എപ്പോഴും.
നാരങ്ങ മുട്ടായി. സോ അത് ഇപ്പോൾ ഇങ്ങനെയും കിട്ടും. മുമ്പെല്ലാം നമ്മൾ മറ്റേ ആ ഡബ്ബയിൽ ഇങ്ങനെ പോയി ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതല്ലേ, ഇപ്പം എല്ലാം നമ്മൾക്ക് ഇങ്ങനെ പാക്കിലാണ് കിട്ടുക. എന്തായാലും നമ്മളെല്ലാം അതിലെ എക്സ്പീരിയൻസ് കിട്ടും. ഐ ഡോണ്ട് നോ ഈ ജനറേഷൻ അത് ചിലയിടത്തുണ്ടേ നമ്മളെ ലൈഫിൽ ഒരു ദിവസം കൂടിയില്ല ലൈക്ക് അച്ഛനെ ഓർക്കാത്തത്. ഇറ്റ് ഈസ് ജസ്റ്റ് യുനോ. എനിവേ, സ്കിൻ കെയറിന്ന് ഞാൻ എവിടെയെല്ലാം പോയി ടോപ്പിക്കേ. ഞാൻ ഈ ഒരു എത്രയോ നിമിഷം ഞാനിപ്പോൾ എന്തെല്ലാം ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് പ്രശ്നം, ഞാൻ ഒരു ടോപ്പിക് എടുത്തില്ലെങ്കിൽ പിന്നെ പല ടോപ്പിക്കിൽ ഞാൻ മിണ്ടുന്നതായിരിക്കും. അതാണ് കുഴപ്പം. ബട്ട് എനിവേ, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ചിലപ്പോൾ വി ജസ്റ്റ് മിസ് മൈ ഡാഡ്. പക്ഷേ വർഷ when she does certain things like coming from office reminds me of my dad. അങ്ങനെ അച്ഛൻ്റെ കാര്യങ്ങൾ കുറേ ഓർക്കാനുണ്ട്. എല്ലാ ദിവസവും നമ്മൾ അച്ഛനെ ഓർക്കാത്ത ഒരു ദിവസമല്ല നമ്മളെ ലൈഫിൽ, അച്ഛനെ ഓർക്കാത്ത ഒരു ദിവസമല്ല. ഇറ്റ് ജസ്റ്റ് ഫീൽസ് വെരി മാഗി ഉണ്ടാക്കുന്ന ഒരു വ്ളോഗായിരുന്നു ഇത്. സോ നമ്മൾ അത് ചെയ്യും. ഇതൊരു ഈവനിങ് വ്ളോഗല്ല, ഇത് ഞാൻ മിണ്ടി ഇങ്ങനെ. പക്ഷെ നമ്മൾ ഈവനിങ് വ്ളോഗ് ഇങ്ങനെല്ലാം തന്നെ കേട്ടോ. ഇപ്പം എത്രയടി സമയം? Wait, don't off it. Wait, I'll go. 10 മണിയായി. അപ്പോൾ നമ്മൾ പോയിട്ട് മാഗിയുടെ റെസിപ്പി കാണാം. എന്നിട്ട് വരാട്ടോ. ശരിയാ. ഗ്രീൻ പീസ് വേണമായിരുന്നു, ഗ്രീൻ പീസ് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഗ്രീൻ പീസ് ഇല്ല. ഗ്രീൻ പീസ് വേണം, പച്ച. മറ്റേ ഉണങ്ങിയതാണെങ്കിൽ വെള്ളത്തിലൊക്കെ ഇടണ്ടേ, അതുകൊണ്ട് ഞാൻ എന്നും പച്ച വാങ്ങിയിട്ടാണ്. കുറച്ച് എണ്ണ ഒഴിക്കാം, ചോദിച്ചാൽ മതി. ഒഴിച്ച് ഉള്ളി എനിക്ക് കാണിക്കേ. ഇതാ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, തക്കാളി, മഞ്ഞപ്പൊടി അതിൽ പച്ചക്കറിയിലുണ്ട്, അതുകൊണ്ട് മുളക് പൊടി, മല്ലിപ്പൊടി. നിക്ക് അത് ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഇത് ഇടുകയല്ലേ? ഇത് ഇടാം ആദ്യം. ഉള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ടു. നല്ലോണം വഴറ്റാം. ഞാൻ വഴട്ടാം. കുറച്ച് ഉപ്പിടാം. വേഗം വഴന്ന് കിട്ടാൻ. കുറച്ച് ലൗഡായിട്ട് പറയുമ്പോ വഴന്ന് കിട്ടാനാണ് ഉപ്പിടുന്നത്. ഓക്കെ, ഇച്ചിരി ഉപ്പ് മതി കേട്ടോ. അതവർക്ക് അത്രയും മതി കണ്ടോ. ഇത്ര മതിയല്ലേ? വഴട്ടിക്കൊണ്ടിരിക്കാം. ഇത് ബ്രൗൺ ആവണ വരെയാണോ? ഒരു ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴന്നാ മതി. അത് കാണിക്കല്ലേ, നമ്മൾ വ്ളോഗിൽ കാണിക്കാം. ഇതൊന്ന് സ്നാക്ക് ഇന്ന് ഇതായിരുന്നു. ഇതും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നാരങ്ങ മുട്ടായി. ഇതാണ് നാരങ്ങ മുട്ടായി. വീട്ടിൽ അമ്മയ്ക്ക് ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളും കഴിക്കും. എന്നാലും അമ്മയാണ് കൂടുതൽ കഴിക്കുക. ഇപ്പൊ ഇത്രയും ബ്രൗൺ ആയി, ഈ ഒരു ലൈറ്റ് ബ്രൗൺ അല്ലേ? ഇത്ര വഴന്നാ മതിയല്ലോ. തക്കാളി നല്ല വേവണം. തക്കാളി നല്ലോണം നല്ല ഇങ്ങനെ വെന്ത് വരുന്ന അടച്ചു വെക്കുക കുറച്ച് നേരം. നല്ല വേവണം തക്കാളി. നല്ല ഇങ്ങനെ വെന്ത് നല്ല ഇതാവണം. ഇതുകൊണ്ട് കുറച്ച് നേരം അടച്ചു വെക്കാം. ഓക്കെ. മല്ലിപ്പൊടി, ചിക്കൻ മസാല, മാഗി മസാല. ഇല്ല പറ. ഇപ്പൊ എന്താണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാ? തക്കാളി. അമ്മയ്ക്ക് തലവേദനയ്ക്ക് ഉണ്ട് കേട്ടോ, അതാണ് അമ്മ കുറച്ച് ഡല്ലായിട്ടുള്ളത്. തക്കാളി അമ്മ പറയാൻ പറഞ്ഞു. തക്കാളി വഴന്നതിന് ശേഷം ഇതൊക്കെ ഇടുക, മസാലകൾ ഇടുക. മസാലകൾ ഇട്ടതിന് ശേഷം നല്ലോണം ആ പച്ചമണം മാറുന്നവരെ ഇളക്കിയിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം കുറച്ച് ജാസ്തി ഒഴിക്കണം. ഗ്രേവി ഇട്ട് വേണം എടുക്കുക, അല്ലാതെ അങ്ങനെ കട്ട പിടിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ഇങ്ങനെ ഗ്രേവി പോലെ, ഈ കൊറിയൻ കുട്ടികൾ സൂപ്പ് അവര് ഉണ്ടല്ലേ അതുപോലെ. അതുപോലെ അതന്നെയല്ലേ? അതെ അതെ അതെ. അമ്മ കേഡ്രാമ എന്റെ കൂടെ കുറെ ഇരുന്ന് കാണും. സോ ഷി നോസ്. വേവട്ടെ. തക്കാളി നല്ലോണം വെന്ത് ഇങ്ങനെ ഉടയണം. അതിനുശേഷം പഴുത്ത തക്കാളി വേണം ഇടാം, കുറച്ച് പുളിയുള്ളതായാലും ഏറ്റവും നല്ലത്. എന്നിട്ട് മസാലകൾ ഇടുക, വെള്ളം ഒഴിക്കുക. വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ മാഗി ഇടുക, എന്നിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് പറഞ്ഞു. അതെന്തായിരുന്നു പോക? കഴിച്ചിട്ടു. ഓക്കെ. തക്കാളി നല്ല വേവണമോ? മനസ്സിലായി. തക്കാളി നല്ല വേവണം.
അമ്മയുടെ ക്ഷമ പോണ്ട് ഗായ്സ്. അമ്മ അതെന്താ അറിയോ, നമ്മളിന്ന് ക്ഷീണായി പോയി. 10 മണി ആയല്ലോ. അല്ല നമുക്ക് അനിയത്തി ഞാൻ പറഞ്ഞില്ലേ ചൂട് സാധനം, അങ്ങനെ അമ്മയ്ക്കും അച്ഛനും നമ്മളൊക്കെ ചൂട് കൊടുത്ത് അമ്മയ്ക്കും ലൈക്ക് അത് ശീലമായോണ്ട് ഇപ്പൊ അത് അവൾ തണുത്തു പോയാൽ പിന്നെ അവൾക്ക് മാഗി നന്നായിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് അവൾ വരുന്ന സമയത്ത് നമ്മളിന്ന് 10 മണിക്ക് കഴിച്ചില്ല. ഇല്ലെങ്കിൽ അവൾ വരുന്ന മുമ്പ് ഞാനും അമ്മയും ഇച്ചിരി കഴിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ അവളുടെ വരുന്ന സമയത്തായിരിക്കും കഴിക്കുക. സോ ഞാനും അവളും ഒന്നിച്ചായിരിക്കും ഡിന്നർ കഴിക്കുക. ചിലപ്പോ ഈ ക്ഷീണം എല്ലാം കാരണം അമ്മ വേഗം ഡിന്നർ കഴിക്കും. ബിക്കോസ് നമ്മൾ കഴിക്കാൻ പറയും അതുകൊണ്ട്. ഇല്ലെങ്കിൽ അമ്മ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. സോ അങ്ങനത്തെ ഒരു അമ്മയാണ് നമുക്കുള്ളത്. അല്ല എത്രയോ അമ്മമാർ ഇങ്ങനെയെല്ലാം തന്നെ. ബിക്കോസ് നമ്മളങ്ങനെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ചെയ്യരുത്. ബിക്കോസ് അവർക്ക് ലൈക്ക് ഏജ് ആവുന്നതോറും ലൈക്ക് അതിൻ്റെതായ ഒരു സമയത്ത് ഒരു കഴിക്കണം എന്നല്ല ഉണ്ടല്ലോ. സോ അതുകൊണ്ട് ഇത് മസാലകൾ ഇടണേ. മസാലകൾ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ മാഗി മസാല. ഓക്കെ ഇടണേ. ഇടൂ. താങ്കൾ ഇട്ടോളൂ, ഞാൻ ക്യാപ്ചർ ചെയ്യാം. ശേഷം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതെയല്ലേ? ഓക്കെ. വെള്ളം എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കാം. പച്ചക്കറി ഗ്രീൻ പീസ് ഇല്ലല്ല, ഇത് മാത്രമാണെങ്കിൽ ടേസ്റ്റ്. എത്ര പ്രാവശ്യം നമ്മൾ ഗ്രീൻ പീസ് ഇല്ലാതെ കഴിച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ കൂടുതൽ, ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഒരു ലെവൽ കൂടുതൽ നന്നായിണ്ടാവും. ഞാൻ ഫ്ലാഷ് ഓഫ് ചെയ്തു. ഞാൻ മുഖം കാണിക്കാൻ വേണ്ടി ഫ്ലാഷ് ഇട്ടതാ. നല്ല കടവറ ചെയ്യണം അല്ലേ? വെള്ളം ഒഴിക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു. എത്ര ഗ്ലാസ് എന്നല്ല ഉണ്ടെങ്കിൽ ഉണ്ടാ? നമുക്കറിയാലോ അത് ഗ്രേവി എത്രത്തോളം വേണ്ടി വരും. നിങ്ങൾക്ക് ഗ്രേവി ആൾക്കാരാണെങ്കിൽ ഇത് സൂപ്പ് പോലെ സൂപ്പ് പോലെ വേണമെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ജസ്റ്റ് ആഡ് അക്കോർഡിംഗ് ടു ദാറ്റ് അല്ലേ? നിങ്ങൾക്ക് സൂപ്പ് പോലെ വേണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഇട്ടാൽ മതി. സൂപ്പ് പോലെയാണ് നല്ലത്. ഇത് പച്ചക്കറി ആ സൂപ്പിന്റെ ടേസ്റ്റ് ആണ് നല്ലത്. കട്ടയായി അത്രയും ടേസ്റ്റ് വരില്ല. സൂപ്പ് പോലെ ഉണ്ടാവും. ഓക്കെ, ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഉപ്പുണ്ടാവും. ഇനി അടച്ചു വെക്കാം. മാഗിയുടെ അല്ലേ? ഓ മാഗി. അമ്മ എനിക്ക് ഒരു തരുമോ? അമ്മ ഒരു പീസ് തരുമോ? ഫുള്ള് പോയി. വേണ്ട സാറില്ല. ഇറ്റ്സ് ഓക്കെ. അയ്യോ സാറില്ല. ഇത് നമ്മൾ അവിക്ക് അതൊന്നും കൊടുക്കൂല കേട്ടോ. പൈതവേ നല്ല തിളച്ചതിന് ശേഷം അടച്ചു വെക്കാം. അപ്പൊ അടച്ച് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഇതിങ്ങനെ വെക്കുക, അത്രേ ഉള്ളൂ. അത് താനെ തിളക്കട്ടെ. തിളച്ചിട്ട് അടച്ചു വെക്കാം. സിമ്മിലാക്കിയിട്ട് അടച്ചു. ആയത്. സോ അമ്മയ്ക്ക് എന്നെ വഴക്ക് പറയാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് അവൻ മൈക്ക് ഊരി തന്നു. ഞാൻ എന്തോ ഇവിടെ ഐവിയുടെ അടുത്ത് എന്തോ ഞാൻ ഇങ്ങനെ പറയായിരുന്നു കൊറിയനിൽ. അമ്മ പറഞ്ഞു അത് എടുത്ത് ഇടരുത് നീ എവിടെയൊന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് അമ്മയ്ക്ക് അത് പറയാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് അമ്മ വേഗം മൈക്ക് ഊരി തന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാൻ വേണ്ടിയിട്ട്, ബിക്കോസ് ഇതെല്ലാം റെക്കോർഡാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അവ എടുത്തില്ല എന്ന് പറഞ്ഞു. സോ അമ്മയ്ക്ക് എന്നെ വഴക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് അമ്മ നൈസായിട്ട് എനിക്ക് മൈക്ക് ഊരി തന്നു അല്ലേ അമ്മ? ഇവിടെ ഇരിക്കുന്നേ അവളുടെ വിചാരം ഞാനിപ്പോൾ അവൾക്ക് മാഗി എല്ലാം ഇങ്ങനെ വിളമ്പി തരുന്നതാണ് അവളുടെ വിചാരം. സോ അതുകൊണ്ട് അവൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ അമ്മ? ബേബി യു റിയലി തിങ്ക് മമ്മ വുഡ് ഗിവ് യു മാഗി നൗ? റിയലി തിങ്ക് സോ? No, I would not give you Maggi, baby. You're not supposed to eat that. Baby, no. Go. Ravi, come on. Let's go. Come on. അപ്പോൾ അങ്ങനെ മാഗി ഈസ് റെഡി. എന്നിട്ട് മലയാളം ഇടാം, അത്രേ ഉള്ളൂ. ഇതിൽ വേണമെങ്കിൽ ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ഇടാം. നമ്മൾ എടുത്തില്ല ഇതിൽ. മറ്റേ സ്പൈസി ഗാർലിക് മാഗി ഉണ്ടായിരുന്നില്ല, അതിൽ അടിപൊളിയായിരുന്നു ബട്ടർ. ഇതിൽ നന്നായി ഉണ്ടാവും. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പേടി. എന്തിനറിയോ? നമുക്ക് വിശന്നിട്ട് പോയി. അതുകൊണ്ട് തൽക്കാലം ടെസ്റ്റിംഗ് ഒന്നുമില്ല. സോ ഐ എം ജസ്റ്റ് ഗോണ eat it just like this. ഇതാണ് മാഗി. അത്ര ഇതാണ് മാഗിയോ? ഇതാണ് നമ്മളുടെ അമ്മയുടെ വെജിറ്റബിൾ മാഗി ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പറയും ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ കൊതി അത്ര ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഇടാൻ. അമ്മയ്ക്കും ടേസ്റ്റ് ചെയ്ത് കഴിക്കണത്, പക്ഷെ അമ്മ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യണം. സോ ഞാൻ ജസ്റ്റ് ടേക്കിംഗ് സൂപ്പ്. ഭയങ്കര ചൂടാണ്. ഞാൻ വ്ളോഗിന് വേണ്ടി ഞാൻ ഇതെങ്ങാനും അങ്ങനെ കഴിച്ചാൽ എൻ്റെ വായ പൊള്ളും.
അതുകൊണ്ട് തൽക്കാലം വ്ളോഗിന് വേണ്ടി അങ്ങനത്തെ ഒരു കോപ്രായങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. ഇറ്റ്സ് റിയലി നൈസ്. മതി മതി. സോ ഗുഡ്, സോ ഗുഡ്. നല്ല രസമുണ്ട് കേട്ടോ, നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. നല്ല രസമുണ്ട്. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കിയോണ്ട് ഞാൻ പറയല്ല കേട്ടോ, ഇത് സത്യമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇത് ഞാൻ അപ്പളെ പറഞ്ഞില്ലേ, ഈ പനി വന്ന സമയം അല്ലെങ്കിൽ കോൾഡെല്ലാം വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ അപ്പോൾ ഇത് സൂപ്പിൽ ഭയങ്കര ഹോട്ടായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇത് കുറച്ച് സ്പൈസിയാണ്, സ്പൈസിയാണ് ഇതിൻ്റെ ഒരു കിക്ക് തരിക. സോ അതുകൊണ്ട് യുനോ ഒരു ഗുമ്മുണ്ടാവില്ല, യുനോ ഇത് സ്പൈസി ആയില്ലെങ്കിൽ ഒരു ഗുമ്മുണ്ടാവില്ല. സോ അതുകൊണ്ട് ഐ തിങ്ക് സ്പൈസി ഉള്ളപ്പോഴാണ് നല്ല രസം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇപ്പം അമ്മ എനിക്ക് ഫുൾ മാഗി എല്ലാം ഇട്ട് തന്നു. ബിക്കോസ് അപ്പോഴേ ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് അമ്മ എടുത്ത് തന്നേയുള്ളൂ. ഇത് മൊത്തം ഞാൻ ഫിനിഷ് ചെയ്യും. വൈ ബിക്കോസ് സോ ആദ്യമായിട്ട് തോന്നുന്നു ഞാൻ ഇത് പറയുന്നത്. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. നിങ്ങളിത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അറിയിക്കണം നിങ്ങൾ ട്രൈ ചെയ്തു ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. എനിക്കിത് എങ്ങനെ പറയണമെന്ന് അറിയില്ല, ഇത് എൻ്റെതായ രീതിയിൽ ഞാൻ എങ്ങനെ പറഞ്ഞു. സോ യാ ശരി, എന്നാൽ ഞാൻ ഇത് പോയി കഴിക്കട്ടെ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഇത് നല്ല രസമുണ്ട്. സോ എനിവേ എനിക്ക് നല്ല വിശന്നിട്ട് വരാം. ശരി എന്നാ ബൈ.